ഇത്രയേറെ ഭയപ്പെടുന്നതിനും ധൈര്യമായിരിക്കും. ഞാൻ പാവപ്പെട്ടവളാണ്. അത് വെറും സങ്കല്പം മാത്രം. സത്യവും അതാണ്. പഴയ സത്യങ്ങൾ പലതും ഇന്ന് അസത്യങ്ങളാണ്. പക്ഷേ പലരും അംഗീകരിച്ചെന്ന് വരില്ല. സത്യത്തെ അംഗീകരിക്കാത്തവരെ അവഗണിച്ചേക്കുക, മറ്റൊന്നും നോക്കരുത്. ഇതിൽ ഞാൻ മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഞാൻ കാരണം എനിക്കുകൂടി അപകടമുണ്ടാകുമെന്നായിരിക്കും. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ജാതിയുടെയും മതത്തിന്റെയും മുന്നിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല. മാലതി എന്ന് വിശ്വസിക്കും. പക്ഷേ ചില ബന്ധങ്ങളുടെ മുന്നിൽ പരാജയപ്പെടേണ്ടി വരും. ബന്ധങ്ങളൊന്നും ബന്ധനങ്ങളാകാൻ ഞാൻ സമ്മതിക്കില്ല. അതെല്ലാം നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ എനിക്കറിയാം. മാലതിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപേക്ഷ കൊണ്ട് ആരും സ്നേഹിക്കാറില്ല. ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹിക്കും. എന്തു പറയും? എന്റെ സ്നേഹത്തിന് ഒരു ശിക്ഷ കൂടിയുണ്ട്. അത്ര വലിയ അപകടമൊന്നും ഇക്കാര്യത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ജാതിയും മതവും എന്നൊക്കെ പറയുന്നത് ഇന്നൊരു പ്രശ്നമേ അല്ല. എഴുത്തിലും പ്രസംഗത്തിലും മാത്രം, ജീവിതത്തിൽ നേരെ മറിച്ചാണ്. ജാതിക്കെതിരായി നിയമം ഉണ്ടാക്കുന്നവർ പോലും ജാതിയുടെ അടിമകളാണ്. എങ്കിൽ ഞാനെങ്കിലും അങ്ങനെ അല്ലെന്ന് വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കാം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇനിയെല്ലാം അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്റെ കാര്യമല്ലേ എനിക്ക് തീരുമാനിക്കാൻ കഴിയും. എന്റെ കാര്യം കൂടി ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പോട്ടെ, സമയം വളരെയായി. നിർബന്ധമാണെങ്കിൽ പോകാം. പക്ഷേ നാളെ ശനിയാഴ്ചയാണ്. നമ്മൾ വീണ്ടും കാണുന്നു. എന്താ?